ഇവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചു വിടാം. ബാക്കി മറ്റൊരു വയൽ കയറി കൊടുത്തിട്ട് ഇങ്ങോട്ട് വിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി തുരുത്തിൽ തന്നെ അപ്പോൾ കഴിഞ്ഞ വീഡിയോ മാവിൻ്റെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ബാലൻസ് 2 തേക്കും കൂടെ ഉണ്ട്. അപ്പോൾ അതിലൊരു തേക്ക് പണിയുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അവിടെ ഉമ്മക്ക് തേക്ക് മാവൊക്കെ പണി തേക്ക് കിടക്കണമല്ല, കഴിഞ്ഞ മാവ് പണി തേക്ക് കിടക്കണം. ഉമ്മക്കപ്പോൾ അതിൻ്റെ കടയിൽ ഒരു സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോൾ ഇനി കയറാൻ നോക്കാം. അപ്പോൾ ഇതുമ്മൽ അപ്പുറത്തെ സൈഡ് ലൈനുണ്ട്, ഈ സൈഡ് വീട്. അത് മാത്രം നോക്കാനുള്ളൂ. ഒരുപാട് ടെൻഷനല്ല. തേക്കിന് കൊമ്പറക്ക് സ്ഥിരം കൊമ്പറക്കുന്നതുകൊണ്ട് തന്നെ നല്ലോണം ചെറിയ ചെറിയ കൊമ്പുകളുണ്ട്. അത് മാത്രമേ ചെറിയൊരു ടെൻഷൻ. കമ്പി കിടക്കണമെങ്കിൽ അടിക്കുവാനായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ മതിലിനോട് ചേർന്ന് നിൽക്കണേ. അത്യാവശ്യം കുറച്ച് പണി കിടക്കുന്നത് ഇവിടെ ഇതിൻ്റെ കണ്ടില്ലേ. ഈ കാണുന്നത് പണിയാനായിട്ട് നല്ല പണിയുണ്ട്. അത് നമുക്ക് പിന്നീടാവുള്ളൂ. ഇന്ന് കഴിയുന്ന പണി ഇവിടെ തീർക്കും. പിന്നെ എന്നെന്തോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. അത് പിന്നെ ഒരിക്കലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതാ നിൽക്കുന്ന ജോർജ് തോമസ്. പുള്ളി വിദേശത്തായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ പണിയാണ് കുറച്ചായി വിളിക്കുന്നത്. അതൊരു മഹാഗണി അപ്പോൾ നമുക്ക് ഇനി തേക്കും വെക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം കേട്ടോ തേക്കിൻ്റെ പണി. അപ്പോൾ അതിന് മുമ്പത്തെ മാവിൻ്റെ പണിയുണ്ട്. അത് മാവിൻ്റെ പണി കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണാൻ ചാനൽ കൊടുക്കണം. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം. അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുടെ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ആയിരിക്കില്ല. കാര്യമായിട്ട് തൂക്കാനൊന്നും കാണുന്നില്ല. ആ തല പോരുന്നുണ്ട് അവിടെ നോക്കുമ്പോൾ. അല്ലേ, അങ്ങനെ അങ്ങോട്ട് അടിക്കാലോ. ഇത് പോരല്ലോ നമുക്കാ. വാള് കറ പിടിച്ചിരിക്കുന്നത് ഈസി കട്ട്. അത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമ്മളെ ഷോപ്പിലുണ്ട്. ആവശ്യക്കാരാണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളെ നമ്പറിൽ. നല്ല ഷാർപ്പാണ്, നല്ല രസമായിട്ട് കട്ടാവും. ഈ
ചെറുകമ്പുകളൊക്കെ കട്ട് ചെയ്യാനായിട്ട് പണിക്കാർക്കും, അല്ലാതെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഈ പ്രൂണിങ്സോ ആവശ്യം വരുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്കിതിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചു വിടാം. ബാക്കി മറ്റൊരു വയൽ കയറി കൊടുത്തിട്ട് അങ്ങോട്ട് വിടുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒന്നുള്ളൂ നമുക്കിങ്ങനെ കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? ആ ഇത് നിർത്താലോ, കുഴപ്പമില്ലല്ലോ, ലോഡ് കുഴപ്പമില്ലല്ലോ. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സേഫ്റ്റി ബെൽറ്റ്, ഈ കണ്ടില്ലേ ഈ പൊഡ്ജ് സ്ട്രോക്ക്, ഈ സാധനങ്ങളൊക്കെ നമ്മളെ ഷോപ്പിലുണ്ട്. ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഐറ്റങ്ങൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അതേ ഐറ്റം. ഇപ്പോൾ പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കിയത് എല്ലാവരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ 17-ാം തീയതി നമ്മളൊരു ഷോപ്പ് പുതിയതെന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ഷോപ്പിനെ ഒന്ന് ബാക്കിംഗ് ആയിട്ട് സെറ്റ് ചെയ്ത് അവിടെ വരുന്നവർക്ക് കയറാനും കയറി നോക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ സ്പൈക്ക്, ബെൽറ്റുകൾ, വാള്, അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ, ഇങ്ങനത്തെ ഈ വെബിങ് ബെൽറ്റുകൾ, ഫിഗർ 8 ഇറങ്ങാനുള്ള ഇതൊക്കെ നമ്മളെ ഷോപ്പിൽ കിട്ടും കേട്ടോ. മാറ്റിട്ടോ. ഇതിൽ നിന്നൊരു മുറി കൊടുക്കാം അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇപ്പം ഇത് ചെറുതുകളല്ലേ? ഇവിടെ ഞാൻ വെക്കാൻ പറ്റുമോ? ഈ കമ്പിൻ്റെ മുകളിൽ വെച്ചാൽ മതിയാ? ഇതിലേ വരെ വലിക്കരുത്, കെട്ടിയിട്ടില്ല. രണ്ട് കവളും കൂടെ പിന്നെ തടി അങ്ങനെ വിടാന്നുണ്ടല്ലേ? ചാനൽ മാറ്റിയാൽ കയറുണ്ടായോ? ഇപ്പോൾ ഇതിൽ കയറിട്ടാൽ അങ്ങോട്ട് കിട്ടും. ഒരെണ്ണം മതി കയറ്, തുറന്ന് വെച്ചരാ. വലിച്ച് തന്നെ എടുക്കണേ, കെട്ടാൻ പറ്റില്ല. തേക്കിലൊക്കെ നമ്മൾ സ്പൈക്ക് പണിയാണ്, എന്ത് സുഖമാണ് അറിയാം. ഇത് തളപ്പിട്ട് കയറുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ ഇളകിയിട്ട് ഭയങ്കര ഒരു അസ്വസ്ഥത ആയിരിക്കും. ഇത്
ഒന്നും നോക്കാനില്ല. ഇങ്ങോട്ട് ഒതുക്കിട്ടോ, അങ്ങോട്ട് മാറ്റിട്ടോ. ആ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങുന്നതിൻ്റെ ഇതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം കയറുന്ന അത്രയും ബുദ്ധിമുട്ട് തന്നെ ഇറങ്ങാനുണ്ട്. ഇതാകുമ്പോൾ അതില്ല, ജസ്റ്റ് നമ്മൾ പ്രശ്നമായിട്ട് കൊണ്ട് പോന്നാൽ മതി. നല്ല ഗ്രെയിൻസും ഉണ്ട്. ഒരുപടിയാക്കിയാണല്ലോ തിളങ്ങി നിൽക്കും. മണ്ണിന്റെ ഗുണമുണ്ട്. അതായത് കല്ല് വലിപ്പം